എത്തിയാ? എന്താ ഇത്ര ലേറ്റായി? ഓ ഒന്നും ചോദിക്കല്ലടാ, എൻ്റെ അമ്മ ഒടുക്കത്തെ ട്രാഫിക്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നി നല്ല ട്രാഫിക് ആയിരിക്കുന്നു. പുതിയ ഫോൺ എടുത്താ? അതാണ് ഈ ചിരിച്ചു വിളിച്ചിരിക്കുന്നത്. നീയല്ലേ പറഞ്ഞു അടുത്ത ആഴ്ച എടുക്കുള്ളൂ. ഈ ആഴ്ച അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഐഫോൺ എടുക്കാന്നൊക്കെ പറഞ്ഞ് മാറി ചിന്തിച്ചു. എടുത്തല്ലേ? അത് തന്നെ. പക്ഷെ കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം, അടിപൊളി. അല്ല, എന്തായാലും കാശ് മുടക്കി ഫോൺ എടുക്കുന്നത്. പിന്നെ അങ്ങ് ഐഫോൺ എടുത്താൽ പോരായിരുന്നോ? അല്ലടാ, എനിക്ക് ഈ ഫോണാണ് ഇഷ്ടപ്പെട്ട. അതുമല്ല, ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് മാത്രം പ്രത്യേകത ഈ സാംസങ്ങിന്റെ ഫോണിന് എന്തിരിക്കുകയാണ് പ്രത്യേകതകൾ ഈ ഫോണിന്. ആക്ച്വലി അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെ വീഡിയോ ഒന്ന് കഴിയട്ടെ, അപ്പം മനസ്സിലാവും. യെസ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സാംസങ്ങിൻ്റെ ഗാലക്സി S22 Ultra, ഈ ഒരു ഫോണിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ഈ ഒരു ഫോണിനെ ചുറ്റിപ്പറ്റി ഒരു സൈഡിൽ നിന്ന് സാംസങ് ഹൈപ്പ് വരുന്നു, ഒരു സൈഡിൽ നിന്ന് AMD ഹൈപ്പ് വരുന്നു, ഒരു സൈഡിൽ നിന്ന് ഫാൻസ് ഹൈപ്പ് വരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സാംസങ്ങിൻ്റെ ബീസ്റ്റ് എന്ന് വരെ വിളിക്കപ്പെടുന്ന ഒരു ഫോണായിരുന്നു ഇത്, അല്ലേ? അങ്ങനെ ഒരുപാട് ഹൈപ്പൊക്കെ വെച്ച് RDA ഗ്രാഫിക്സ് AMD ആയിട്ടുള്ള കൊളാബറേഷൻ എല്ലാം കൂടെ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് ഫെബ്രുവരിയിൽ ഫോൺ ലോഞ്ചായി. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഫോണിനെ പറ്റി അറിയാമെന്നും എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുന്നേ ക്യാമറയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ ഭയങ്കര ലെങ്ത് ആയിപ്പോകും. സോ അതിനേക്കാളും ഭേദം വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും, അല്ലേ? പിന്നെ എനിക്കറിയാം 13 Pro ഞാൻ ഇതേപോലെ പറഞ്ഞു എന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല ഇത്തവണ. തീർച്ചയായിട്ടും ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ കണ്ടൻസിലോട്ട് ഇടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യമായിട്ട് നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, വേറെ ഒന്നും പറയാനില്ല. കാരണം ഇത്രമാത്രം ഹൈ ക്വാളിറ്റി പാനൽസ് എങ്ങനെ സാംസങ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം അത്രയും ക്വാളിറ്റിയാണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഡിസ്പ്ലേ. ഏതൊരു ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോൺ എടുത്താലും ബാക്കി എന്തൊക്കെ മോശമാണെങ്കിലും, പ്രോസസ്സിംഗ് പവർ മോശമാണെങ്കിലും, ബാറ്ററി മോശമാണെങ്കിലും, ക്യാമറ മോശമാണെങ്കിലും, അതിൻ്റെ ഡിസ്പ്ലേ ഒരിക്കലും മോശമാവാറില്ല, അല്ലേ? അത്രയ്ക്ക് ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേസ് ആണ് സാംസങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിലും 6.8 ഇഞ്ചിൻ്റെ വളരെ വലിയൊരു സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ WQHD+ റെസൊല്യൂഷൻ വരുന്നുണ്ട്. LTPO 2.0 വേർഷനാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. അതുകൊണ്ട് 1 Hz തൊട്ട് 120 Hz വരെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും അഡാപ്റ്റീവായിട്ട്. ആദ്യമായിട്ടാണ് ഒരു ഫോണിന് 1 Hz വരെ ലോവർ ആവുന്ന റിഫ്രഷ് റേറ്റ്. അതിന് മുന്നേ 10 Hz വരെ ആയിരുന്നു LTPO പാനൽസ് ലോവർ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ സാംസങ് ലോവർ ഡൗൺ ടു 1 Hz വരെ ആയി. അതിന് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സാംസങ് ഇതിലൂടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റിയുള്ള നല്ല കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി എനിക്കുണ്ടായിരുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് അവർ പറയുന്നത് 1750 nits ആണെന്നാണല്ലേ. മീൻസ് സ്മാർട്ട് ഫോണിൽ തന്നെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ. ഇതുവരെ 1750 nits പീക്ക് ബ്രൈറ്റ്നസ് വേറൊരു ഫോണും അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീറ്റ് സാംസങ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ച്. ആക്ച്വലി ഇത് ആക്സിഡൻ്റലി ഞാൻ ഔട്ട്ഡോറിൽ പോയതാണ്. ഔട്ട്ഡോറിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നല്ല വൃത്തിയിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ബെയർലി വിസിബിൾ പോലും അല്ലായിരുന്നു. ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഈ 1750 nits വേണ്ടല്ലോ നമുക്ക് സൺലൈറ്റിൽ ബെയർലി വിസിബിൾ ആവാൻ. പക്ഷേ അതുപോലും ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ബ്രൈറ്റ്നസ് എങ്ങാനും മാനുവലി അഡ്ജസ്റ്റഡ് ആയിട്ട് കിടക്കുവാണോ എന്ന് വിചാരിച്ച് സെറ്റിങ്സിനകത്ത് പോയി നോക്കി. അതിനകത്താണെങ്കിലും ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആയിരുന്നു, മാക്സിമത്തിൽ കിടക്കുമായിരുന്നു. ആ ഒരു അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഞാൻ ഓഫ് ചെയ്ത് നോക്കി, എന്നിട്ട് ഞാൻ എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഓൺ ചെയ്ത് നോക്കി. എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഫോൺ അപ്പോഴും ബെയർലി വിസിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി വല്ല ക്ലൈമറ്റിക് കണ്ടീഷൻ എക്സ്ട്രീം ആയതുകൊണ്ട് വല്ലതും ആണോ എന്ന് വിചാരിച്ച് കയ്യിലുണ്ടായിരുന്ന iPhone 12 എടുത്ത് നോക്കി.
ഐഫോൺ 12 ആക്ച്വലി ഒരു ഓപ്പറേറ്റിംഗ് ലെവലിൽ വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഫോണിനേക്കാളും ബ്രൈറ്റ്നസ് ലെവൽ എക്സിബിറ്റ് ചെയ്തു ആ ഒരു ടൈമിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം 500 നിറ്റ്സോളം ബ്രൈറ്റ്നസ് കുറവായിട്ടുള്ള ഒരു ഫോണാണ് ഐഫോൺ 12. അത് കാണാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഫോണിന് കാണാൻ പറ്റുന്നില്ല? അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയത്തില്ല. ആകെ ഒരു പോസിബിൾ റീസൺ ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയം ക്യാമറ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഫോൺ അത്യാവശ്യം ഹീറ്റപ്പ് ആയായിരുന്നു. അതിൻ്റെ കൂടെ ഡിസ്പ്ലേയുടെ ആ ഒരു ബ്രൈറ്റ്നസ്സും കൂടെ കൂടിയിട്ട് ലാസ്റ്റ് ഓവർ ഹീറ്റ് ആവണ്ട എന്ന് വിചാരിച്ച് സോഫ്റ്റ്വെയർ ലിമിറ്റ് ചെയ്താണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ചാൻസ്. അല്ലെങ്കിൽ അത്രമാത്രം ബ്രൈറ്റ്നസ് ഇത് എമിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു പ്രത്യേക മോഡലിന് ചിലപ്പോൾ കാണത്തില്ല, അല്ലെങ്കിൽ ടോട്ടലി അത്രയും കാണത്തില്ല. എനിക്കറിയത്തില്ല എന്താണ്. ഈ ഒരു 3 ഓപ്ഷൻസാണ് ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയത്. കൂടുതലും ഫസ്റ്റ് ഓപ്ഷൻ ആവാനാണ് ചാൻസ്. എന്താണെങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. അപ്പം ആൻഡ്രോയിഡ് ഫോൺസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും മാക്സിമം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫോൺ തന്നെയാണിത്, ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വൈസ് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ബാക്കിലെ ഗ്ലാസ്സൊക്കെ നല്ല പ്രീമിയം ആയിട്ടാണ് പോളിഷ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഡൗട്ടും ഇല്ല, വളരെ പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നടുക്ക് വരുന്നത് ആമേർഡ് അലൂമിനിയം ഫ്രെയിമാണ്. അപ്പോൾ അത് സാംസങ്ങിൻ്റെ പുതിയ തരം ഒരു അലൂമിനിയം ഫ്രെയിമാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത്ര ഒരു പ്രീമിയം ഫീൽ തോന്നുന്നില്ല. അത് പിടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു എവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് ഫീൽ പോലെ എനിക്ക് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നല്ല ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. എന്താണേലും ആ ഒരു ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആമേർഡ് അലൂമിനിയം ഫ്രെയിമിന് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് സെറാമിക് ഷീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡ്രോപ്പ് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മുൻതൂക്കം സെറാമിക് ഷീൽഡിലാണ്. പക്ഷേ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് അത്രയും സ്ക്രാച്ച് പ്രോൺ അല്ല. സെറാമിക് ഷീൽഡ് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് പ്രോൺ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് പ്രോൺ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് സെറാമിക് ഷീൽഡിൻ്റെ സ്ക്രീന്. പക്ഷേ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണെങ്കിൽ അങ്ങേയറ്റം ഒരു സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. പക്ഷേ ഡ്രോപ്പ് റെസിസ്റ്റൻസ് അത്യാവശ്യമുണ്ട്, എന്നാൽ സെറാമിക് ഷീൽഡിന് അത്ര ഇല്ല എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് സാംസങ് ഗാലക്സി നോട്ട് സീരീസിൽ കാണപ്പെടുന്ന എസ് പെൻ എസ് സീരീസ് ഫോൺസിൽ ഇൻബിൽട്ടായിട്ട് തന്നെ സാംസങ് ഡിസൈൻ ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് S22 Ultra'യിൽ നമുക്ക് എസ് പെൻ അവൈലബിൾ ആണ്. S22 Ultra'യിൽ കമ്പാറ്റിബിലിറ്റി മോഡ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് എസ് പെൻ വാങ്ങിച്ച് അതിനകത്ത് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ നമുക്ക് S22 Ultra'യ്ക്കകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേയുടെ അടിയിൽ തന്നെ എസ് പെൻ ആണെങ്കിലും സ്റ്റോർ ചെയ്യാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എസ് പെൻ്റെ കാര്യം പറയുവാണെങ്കിൽ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയാണ്. വേൾഡ് ക്ലാസ് ക്വാളിറ്റി കാരണം റൈറ്റിംഗ് സ്റ്റൈലസ് എന്നുള്ള രീതി നോക്കുമ്പോഴത്തേക്കും ഇതിനപ്പുറം ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഞാൻ പറയുന്നില്ല ഒരു പെൻ ആൻഡ് പേപ്പറിൽ എഴുതുന്നതിൻ്റെ ആ ഒരു കംഫർട്ട് നിങ്ങൾക്ക് കിട്ടും എന്നൊരിക്കലുമില്ല. പക്ഷേ എന്നാലും ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ എഴുതുന്നത്, ഒരു OLED സ്ക്രീനിലല്ലേ. അതിൻ്റെ കൂടെ വളരെ തിന്നായിട്ടുള്ളൊരു പേന വെച്ചാണ് എഴുതുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനപ്പുറം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേറെ പറ്റത്തില്ല, വേറെ ഒരു കമ്പനിക്കും പറ്റത്തില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. അത്രമാത്രം നല്ല രീതിയിലാണ് സാംസങ് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി തരുന്ന രീതിയിലും വേറൊരു സൈഡിൽ ഫൺ തരുന്ന രീതിയിലുമാണ് സാംസങ് ഈ ഒരു എസ് പെൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ 2.8 milliseconds ലേറ്റൻസി, അതിനെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും. അത്രമാത്രം ഒരു വളരെ ലോ ആയിട്ടുള്ള ലേറ്റൻസിയാണ് ഈ ഒരു എസ് പെൻ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം എഴുതുമ്പോഴത്തേക്കും ഒരു പേന വെച്ച് എഴുതുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും എഴുതുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ പെൻ ആൻഡ് പേപ്പറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആയിട്ടില്ല. അത് തീർച്ചയായിട്ടും പറയണം. ഇപ്പോഴും നമ്മളൊരു ഇലക്ട്രോണിക്കലി ഒരു പേന വെച്ച് എഴുതുന്നത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു ഫീലാണ് ഇപ്പോഴും കിട്ടുന്നത്. നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല, അറിയത്തില്ല. എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മൾട്ടി ഫങ്ഷണൽ ഫീച്ചേഴ്സ് ആയിട്ടാണ് ഈ എസ് പെൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ എയർ കമാൻഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും സാംസങ്ങിൻ്റെ എയർ കമാൻഡ്സിനെ പറ്റി. അതായത് എസ് പെൻ്റെ നടുക്കത്തെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ആക്ഷൻസ് കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോ കമാൻഡ്സ് നമ്മളുടെ ഫോണിൽ ഡിസ്പ്ലേ ആവുന്ന കാണാൻ പറ്റും. സോ എന്താ പറയുക, ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടില്ല. കാരണം ഇച്ചിരി പാടുള്ള കാര്യമാണ്. എസ് പെൻ എടുത്ത് അതിൻ്റെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുന്നതിനേക്കാളും ഭേദം ടച്ച് ചെയ്താൽ പോലെ ഫോൺ എടുത്ത് എന്നാൽ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ എന്നാലും അങ്ങനൊരു ഫീച്ചർ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരു രസമാണല്ലേ. വളരെ ഫണ്ണായിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ എസ് പെൻ നമുക്കൊരു റിമോട്ടായിട്ട് യൂസ് ചെയ്യാം, ലിറ്ററലി റിമോട്ടായിട്ട് യൂസ് ചെയ്യാം. അതായത് ഫോൺ നമ്മളൊരു സ്റ്റാൻഡിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്, നമുക്ക് ഫോട്ടോ എടുക്കണം, കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്, വേറെ ആരും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ടൈമറുണ്ട്, എന്നാലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എസ് പെൻ എടുക്കുക, എസ് പെൻ്റെ നടുക്കത്തെ ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പോൾ തന്നെ ഫോൺ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ എസ് പെൻ എടുക്കുക, ഏതെങ്കിലുമൊക്കെ അങ്ങ് ഫോട്ടോ എടുക്കുക, അങ്ങ് വരയ്ക്കുക, ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വരച്ച് കൂട്ടുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഏതെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ വല്ല കൊമ്പ് വരയ്ക്കാൻ തോന്നും, അല്ലെങ്കിൽ മീശ വരയ്ക്കാൻ തോന്നും.
അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പേഴ്സൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ എസ് പെന്നൊക്കെ പൊന്നാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അയാൾക്ക് കാണും. കാരണം അത്രമാത്രം ഒരു മൾട്ടി ഫങ്ഷണൽ യൂട്ടിലിറ്റിയാണ് ഈ ഒരു എസ് പെൻ ഓഫർ ചെയ്യുന്നത്. പിന്നെ മാഗ്നിഫൈ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് ആക്ച്വലി യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര യൂസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും അതൊരു ഫണ്ണായിട്ടാണ്. അതായത് ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസോ നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടി എസ് പെൻ ജസ്റ്റ് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറച്ചുകൂടെ സൂംഡ് ഇൻ ആയിട്ട് ഒരു ലെൻസ് വെച്ച് എങ്ങനെയാണോ മാഗ്നിഫൈ ചെയ്യുന്നത് അതേപോലെ കാണാൻ പറ്റും. പിന്നെ ഗ്ലാൻസ് എന്നുള്ളൊരു ഫീച്ചറുണ്ട്. അതായത് ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഗ്ലാൻസ് ഓൺ ചെയ്തിടുവാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ താഴെ വന്നൊരു മിനിമൈസ് ആയിട്ട് കിടന്നിട്ട് എസ് പെൻ നമ്മൾ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് പോലെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഉപയോഗിക്കാം. എന്നിട്ട് വേറൊരു ടാസ്കിൽ എൻഗേജ് ചെയ്ത് നിൽക്കാം. ഇങ്ങനെ പല മൾട്ടി ഫങ്ഷണൽ കേപ്പബിലിറ്റീസ് ഈ ഒരു എസ് പെന്നകത്തുണ്ട്. ഒരുപാട് എണ്ണമുണ്ട്. എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രമുണ്ട്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എപ്പോഴേലൊക്കെ കിട്ടുവാണെങ്കിൽ കയ്യിൽ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ആക്ച്വലി സ്നാപ്ഡ്രാഗൺ 8 Gen വേർഷൻ നമ്മൾ ഇന്ത്യയിലോട്ട് വന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഒരു സൈഡിൽ എനിക്ക് കോമഡി ആയിട്ടും തോന്നി. കാരണം അവരുടെ ഇൻഹൗസ് ചിപ്സെറ്റ് ആയിട്ടുള്ള എക്സിനോസ് വെർഷൻ ഇവിടെ ഇന്ത്യയിൽ വരല്ലേ എന്നാണ് മിക്ക ഫാൻസും പ്രാർത്ഥിച്ചത്. അതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചിരി തോന്നും. കാരണം ഇത്രയും വലിയൊരു കമ്പനിയില്ലേ, എന്നിട്ട് അവരുടെ സ്വന്തം പ്രൊസസ്സർ ഇത്രമാത്രം ആൾക്കാർ ഹെയ്റ്റ് ചെയ്യേണ്ട അവസ്ഥ അവരെ എത്തിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എന്താ പറയുക. പക്ഷേ എന്താണേലും നല്ലൊരു കാര്യം, സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ്. തീർച്ചയായിട്ടും എക്സിനോസ് 2200-നേക്കാളും കുറച്ച് രീതിയിൽ ബെറ്റർ. ഭയങ്കര വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഇത്തവണയില്ല. എന്നാലും ഒരു കുറച്ചുകൂടെ മുൻതൂക്കമുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 1-നാണ്. അതായത് ഓവറോൾ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ, ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, അങ്ങനെ പല കാര്യത്തിലും ബെറ്റർ ആയിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. തീർച്ചയായിട്ടും പവർ ഹംഗ്രി ആയിട്ടുള്ള പ്രോസസ്സറാണ്. നല്ലപോലെ പവർ യൂട്ടിലൈസ് ചെയ്ത് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് ഒരു പരിധി വരെ. ഈവൻ ദോ ഇത്രമാത്രം ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫോൺ ആയിട്ട് പോലും ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ഫ്രീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹീറ്റ് ആവുന്നുണ്ട്. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും നല്ല, ഇപ്പോൾ ജെൻഷൻ ഇമ്പാക്റ്റ് പോലത്തെ ഗെയിംസൊക്കെ ഞാൻ കളിച്ച് നോക്കിയായിരുന്നു. അത്രയും ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള, അത്രയും ഒരു എന്താ പറയുക ലോഡുള്ളൊരു ഗെയിം കളിച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഒരു ഡേഞ്ചറസ് ലെവലിലുള്ള ഒരു ഹീറ്റിംഗ് ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോൺ കൂളാവുന്നുണ്ട്. നല്ലൊരു കൂളിംഗ് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വലിയ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല തീർച്ചയായിട്ടും. എന്നാലും ഹീറ്റ് ആവില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട്, ഇത്രയും വലിയൊരു പ്രോസസ്സർ ആയതുകൊണ്ട് ഹീറ്റ് ആവില്ല എന്നുള്ളൊരു മനസ്ഥിതി വെച്ചാണ് നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റും. അതിൻ്റെ കാര്യത്തിൽ നോ ഡൗട്ട്. ഇനി അടുത്തത് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോ തന്നെ ക്യാമറയെ പറ്റി ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. എന്നാലും ചെറുതായിട്ടൊരു ഓവർവ്യൂ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിലാണെങ്കിലും. അതായത് ഇതിൻ്റെ ലെൻസിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും S21 Ultra'യിൽ കാണാൻ സാധിച്ച ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതായത് 108 MB വൈഡ് ആംഗിൾ മെയിൻ ആയിട്ടുള്ള ലെൻസ്, പിന്നെ 12 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 10 MB 10x ടെലിഫോട്ടോ ലെൻസും, പിന്നെ 10 MB 3x ടെലിഫോട്ടോ ലെൻസും. ഫസ്റ്റ് തന്നെ ഞാൻ ഏറ്റവും ഇംപ്രസ്ഡ് ആയിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ പോർട്രേറ്റ് മോഡ് തരുന്ന ആ റിസൾട്ട്സ് കണ്ടപ്പോഴായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ഈ ഒരു ബ്ലർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണല്ലേ, പിന്നെ ഇതൊരു സ്മാർട്ട് ഫോണാണ്. എന്നിട്ട് പോലും ഒരു DSLR ലുക്കിംഗ് ലൈക്ക് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫോണിന് പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ ഹെയർ ലൈൻ പോലും നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് തോന്നിയത്. സോ ഓവറോൾ പറയുവാണെങ്കിൽ വളരെ നല്ല പോർട്രേറ്റ് മോഡ് ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ ബെറ്റർ ദാൻ iPhone 13 Pro എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഒരു കമ്പാരിസൺ വൈസ് പറയുകയാണെങ്കിൽ 13 Proയുടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. കാരണം കുറച്ചുകൂടെ ഏരിയ ഓഫ് കവറേജ് 13 Pro തരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ഇമേജ് ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ആണെങ്കിലും 13 Pro തരുന്ന പോലെ തോന്നി. ഓഫ് കോഴ്സ് ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ബെറ്ററാണ്. പക്ഷേ 13 Pro വളരെ വൈഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ചെറിയൊരു ഡിസ്റ്റോർട്ടീവ് ലുക്ക് തരും. പക്ഷേ ആ ഡിസ്റ്റോർട്ടീവ് ലുക്ക് കാണാൻ ചെറിയൊരു രസമാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാലും ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മോശമല്ല, പക്ഷേ എക്സെപ്ഷണൽ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഈ ഒരു ഫോണിൻ്റെ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ്. അതായത് 3xഉം 10xഉം ടെലിഫോട്ടോ ലെൻസസ്. കാരണം എനിക്കത് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാൻ സൂവിൽ പോയപ്പോഴത്തേക്കുമാണ് ഇത്രമാത്രം ടെലിഫോട്ടോ ലെൻസിന് ഉപയോഗം വരുന്ന ഒരു സ്ഥലമാണ് അതെന്ന് എനിക്ക് അപ്പോഴാണ് റിയലൈസ് ആയത്. കാരണം വേറെ ഏതൊരു ഫോൺ കൊണ്ടുപോയാലും ഇത്രയും നല്ല റിസൾട്ട്സ് ഉള്ള ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ 10x ടെലിഫോട്ടോ ലെൻസിൽ ഇത്രമാത്രം നല്ലൊരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അമേസ്ഡ് ആയി. കാരണം ഇത്രമാത്രം സൂംഡ് ഇൻ ആയിട്ടാണല്ലേ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് പോലും ഹാൻഡൽഡ് ആയിട്ട് വളരെ നല്ല വീഡിയോ സ്റ്റെബിലൈസേഷനാണ് ഈ 10x ആണെങ്കിലും 3x ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് തന്നെ എടുത്ത് പറയണം. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ലെൻസസ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ തോന്നിയത് ഈ 2 ലെൻസസ് ആണ്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ വളരെ ഹെവി ആയിട്ടുള്ള യൂസ് ആയിരുന്നു. ഫുൾ ടൈം ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് 1 day ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടി.
അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. 1 ഡേക്ക് അപ്പുറം നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ യൂസ് കേസ് സിനാരിയോ അനുസരിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അധികം യൂസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ 1 ഡേക്ക് മുകളിൽ കിട്ടും. അല്ല നിങ്ങൾക്ക് നല്ല ഹെവി യൂസ് ആണെങ്കിൽ 1 ഡേ ആണ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. അതിനപ്പുറം ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇനി കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഐഫോൺ 13 Pro റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു ഫോണിന് വേർത്തി ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അധികം കാണാൻ പറ്റത്തില്ലെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, ശരിയാണ്, നല്ലൊരു ഫോണാണ്, ആ ഒരു ഫോണിന് ദോഷമായിട്ടൊന്നുമില്ല. പക്ഷേ അത്രയും വില കൊടുത്ത് നമ്മൾ ആ ഒരു ഫോൺ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ആ ഒരു ഫോണിന് മാത്രം യുണീക്കായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൂടെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ എനിക്ക് അത്രയും ഒരു റെലവൻസ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. അതായത് പ്രോറസ് വീഡിയോ എടുക്കാനുള്ള കേപ്പബിലിറ്റിയും പിന്നെ സിനിമാറ്റിക് മോഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അല്ലേ. അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. കാരണം അതത്രമാത്രം എന്തൂസിയാസ്റ്റായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യവും ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അല്ലാത്തൊരാൾക്ക് അത്രയും ആപ്ലിക്കബിൾ അല്ല. ബാക്കി ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ഏകദേശം 80% അല്ലെങ്കിൽ 90% ഓഫ് ദ ഫീച്ചേഴ്സും ബാക്കിയുള്ളവരുടെ ലോവർ മോഡൽ ഫോൺസ് അല്ലെങ്കിൽ പ്രീവിയസ് ജനറേഷൻ ഐഫോൺസിലാണെങ്കിലും കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ സാംസങ് ഗാലക്സി S22 Ultra ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്തത്. കാരണം ഒരുപാട് ഫീച്ചേഴ്സാണ് സാംസങ്ങിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, ചിലത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആയിട്ട് കാണും, ചിലത് ഫണ്ണായിട്ട് കാണും, ചിലത് ഒരു ആവശ്യവുമില്ലാതെ കാണും, അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാലും അത്രമാത്രം ഫീച്ചേഴ്സ് ആ ഒരു ഫോണിൽ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് തോന്നും ഓഫ് കോഴ്സ് ആ ഒരു പ്രൈസിന് എന്തൊക്കെയോ ഉണ്ട് ആ ഒരു ഫോൺ എന്നുള്ള രീതി തോന്നും. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ആവശ്യമുള്ളൊരു കാര്യം മാത്രം പോരെ ഫോൺ, എന്തിനാണ് അനാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് എന്നുള്ളൊരു ഇംപ്രഷൻ ആയിരിക്കാം. പക്ഷേ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വേണ്ടേ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് പരമേഷ് ഈ സെയിം ഗാലക്സി S22 Ultra ഉപയോഗിച്ചിട്ട് ഒരു സിനിമാറ്റിക് വീഡിയോ, കൊച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമാറ്റിക് വീഡിയോ എന്നെ ഫീച്ചർ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് പോയി കാണാം. ഒരു കാര്യം നല്ലൊരു ക്രിയേഷനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ സിനിമാറ്റിക് കേപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണത്. മീൻസ് ഡേ ലൈറ്റിൽ എങ്ങനെയാണ് പെർഫോമൻസ്, നൈറ്റിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക്, കാരണം അത്രമാത്രം ഫുട്ടേജസ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റും, കാരണം വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട്. ദാറ്റ്സ് ഓൾ ഗായ്സ്. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്.